സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയുടെ യോഗം ആരംഭിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് യോഗം ചേരുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത് മൂന്നാം തവണയാണ് യോഗം. PR അരവിന്ദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരവിന്ദ്, വിവരങ്ങൾ. അമൽ ദിൽന, എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള മൂന്നാമത്തെ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാർ, അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷം അത് പ്രധാനമായും ഈ യോഗത്തിൽ വിലയിരുത്തും. രാജ്യത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ, കാരണം ഈ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ വലിയ പ്രതിസന്ധി രാജ്യത്ത് നേരിടുന്നു. പാചകവാതക പ്രതിസന്ധി അടക്കം രാജ്യത്തുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങളടക്കം കൃത്യമായി ഇന്നത്തെ യോഗം വിലയിരുത്തുകയും തുടർ നടപടികളും അതുപോലെ തന്നെ നിർദ്ദേശവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ, അതുപോലെ തന്നെ മറ്റ് കേന്ദ്രമന്ത്രിമാരടക്കം പങ്കെടുക്കുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിലവിൽ കേരളത്തിലായതിനാൽ അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ മറ്റ് നടപടികളടക്കം ഈ യോഗത്തിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും യോഗത്തിന് ശേഷം കേന്ദ്ര സർക്കാർ കൂടുതൽ നടപടികളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുമെന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം ഇന്ധന പ്രതിസന്ധി 2 മാസത്തെ ക്രൂഡ് ഓയിൽ ലഭ്യത രാജ്യത്ത് ഉണ്ടെന്ന് ഇന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ജനങ്ങൾ വലിയ രീതിയിൽ ഗ്യാസ് ഏജൻസികൾക്ക് മുന്നിലും അതുപോലെ തന്നെ പെട്രോൾ പമ്പുകൾക്ക് മുന്നിലേക്കും തടിച്ചുകൂടിയെത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ, അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ രാജ്യത്ത് സ്വീകരിക്കേണ്ട നിലപാടുകളടക്കം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. എന്തായാലും യോഗം ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ വസതിയിൽ പുരോഗമിക്കുകയാണ്. അമൽ ദിൽന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.